ചേച്ചി എവിടെന്നാ? ഞാൻ എന്റെ നാട് ഇവിടെ തൃപ്പൂണിത്തുറയിലാണ്. എന്നെ കെട്ടിച്ചേട്ടൻ ഊരമനയിലാ. ഞാൻ ജഗദീഷേട്ടൻ വന്ന് നമുക്ക് കാണാൻ ആഗ്രഹിച്ച് ഓടി എത്തിയതാ. ഞാൻ രാവിലെ പോന്ന അവിടെ നിന്ന് മൂവാറ്റുപുഴയിൽ വന്നതാ. കണ്ടോ? കണ്ടില്ല, ഒന്ന് കാണാൻ കൊതിച്ചു പോന്ന. ഒന്ന് കണ്ടു സെൽഫി എടുത്താൽ കൊള്ളാവുന്ന ആഗ്രഹമുണ്ട്. ഇനിയിപ്പോ നടക്കുമെന്ന് അറിയില്ല, സ്റ്റേജിലിരിക്കാം. എന്നാലും ചേച്ചി ചെല്ല്, കിട്ടിയാലൊരു സെൽഫി. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഓണം? എങ്ങനെയുണ്ട്? പിന്നെ അടിപൊളി. മഴ ഇല്ലാണ്ടിരിക്കട്ടെ, എല്ലാവർക്കും കാണാൻ ആഗ്രഹങ്ങളുണ്ടല്ലോ. അത്തച്ചമയം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഉത്സവമാണ്. ഓണത്തിലേക്കാളും പ്രാധാന്യം ഓണം അത്തച്ചമയമാണ്. എല്ലാവരും കണ്ണിറങ്ങി കാണണം. മഴ പെയ്യാണ്ട് എല്ലാവർക്കും കാണാൻ സാധിക്കട്ടെ, അതിൽ സന്തോഷമുണ്ട്. ശരി ചേച്ചി, താൻ സന്തോഷം. ഇപ്പൊ എന്തായാലും മൂവാറ്റുപുഴയിൽ നിന്ന് ജഗദീശനെ കാണാൻ വേണ്ടിട്ട് വന്നാണ്. തൃപ്പൂണിത്തുറക്കാര് തന്നെയാണ്. ഹായ് ഹായ്. നല്ല കൂളിംഗ് ഗ്ലാസ് ആണല്ലോ. ശരി. എന്റെ തരാം, എനിക്ക് തരോ? തരോ? ഇത് എവിടെന്നാ കൂളിംഗ് ഗ്ലാസ്? ചാച്ചന്റെ ആണോ? ഈ മയിൽപ്പീലിയോ? കിട്ടിയ കാണിക്കാൻ എങ്ങനെയുണ്ട്? ഇവിടുത്തെ വന്നിട്ട് എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പർ. എന്താ പേര്? ഋഷി. ഒരു പാട്ട് പാടോ? ഒരു ഓണപ്പാട്ട്. എനിക്കറിയില്ല. പാട്. അറിയൂല. അനിയത്തിയാണോ? അല്ല. ഓണപ്പാട്ട് പാടോ? ഒരു പാട്ട് പാടോ? ബാ വേണ്ട, മിടുക്കി. ഒരു ഓണപ്പാട്ട് പാടിയേ. തുമ്പി പൂവാലിത്തുമ്പി പൂക്കളൊരുക്കാൻ വാ തുമ്പി, പൂത്തുമ്പി പൂവാലിത്തുമ്പി പൂക്കളൊരുക്കാൻ വാ തുമ്പി. പൊന്നോണം വന്നല്ലോ, അത്തം വന്നു പിറന്നല്ലോ. പൊന്നോണം വന്നല്ലോ, അത്തം വന്നു പിറന്നല്ലോ. മാവേലി മന്നന്റെ ഓണപ്പാട്ടുകൾ കേൾക്കണം. മാവേലി മന്നന്റെ ഓണക്കഥകൾ കേൾക്കണം. പൂത്തുമ്പി പൂവാലിത്തുമ്പി പൂക്കളൊരുക്കാൻ വാ തുമ്പി. അടിപൊളിയായിട്ട് ഒരു കയ്യടി കൊടുത്തേ. അടിപൊളി പാട്ട്. എന്താ മോളുടെ പേര്? ആർദ്ര വിജയൻ. എങ്ങനെയുണ്ട് ഇത്തവണത്തെ അത്തച്ചമയം? സൂപ്പറായി. സൂപ്പറാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാ? എല്ലാം ഇഷ്ടപ്പെട്ടു. സ്കൂൾ അടച്ചോ? ഇല്ല. എന്നാ സ്കൂൾ അടയ്ക്കുന്നത്? പരീക്ഷ കഴിഞ്ഞോ? ഇനി എന്തുണ്ട്? തിങ്കളാഴ്ച. അപ്പൊ ഇനി ഓണക്കോടിയൊക്കെ എടുക്കണ്ടേ? ഇത്തവണ എന്താ ഓണത്തിന് ഏത് കോടി എടുക്കുന്നത്? പട്ടുപാവാടയാണോ? ആണോ? ചേച്ചി എവിടെന്നാ? വെൺമണി ശാസ്താമുഖ. എല്ലാ വർഷവും വരാറുണ്ടോ? ഇത്തവണത്തെ എങ്ങനെയുണ്ട് അത്തച്ചമയം? അടിപൊളിയാണ്. അപ്പൊ ഇനി നമുക്ക് ഓണം അല്ലെ, ഓണത്തിനെ വരവേൽക്കാൻ വേണ്ടിയിട്ടുള്ള 10 ദിവസം അടിച്ചു പൊളിക്കണം. നമുക്ക് അടിച്ചു പൊളിക്കണം. അങ്ങനെ ഇവിടെ കുറച്ച് കുട്ടി പട്ടാളകൾ നിപ്പുണ്ട്. യെസ്. നിങ്ങളൊക്കെ എവിടെന്നാ വരുന്നേ? ഞാൻ ഗാന്ധിറോഡ് വള്ളിക്കര. ആദ്യമായിട്ടാണോ വരുന്നത്? അതോ എല്ലാ വർഷവും വരാറുണ്ടോ? എല്ലാ വർഷവും വരാറുണ്ട്. അപ്പൊ ഇതിൽ ഏതാ ഏറ്റവും ഇഷ്ടം? എല്ലാം. ഓണമൊക്കെ എവിടം വരെ എത്തി? ഓണം എവിടെ എത്തി? കുഴപ്പമില്ല. എന്തായാലും വലിയ ആഘോഷങ്ങളാണ്. കുട്ടികൾക്കൊക്കെ ഇത് വലിയ കാഴ്ച തന്നെയാണ്. നമുക്ക് തന്നെ ഇത് കണ്ട് മതിമറന്ന് നിന്ന് പോകും. അപ്പൊ കുട്ടികൾക്കുമൊക്കെ അങ്ങനെയാണ്. പ്രത്യേകിച്ച് ചെണ്ടമേളവും അതനുസരിച്ചുള്ള ഡാൻസും എല്ലാം ഉണ്ട്. അങ്ങനെ ആഘോഷങ്ങളുടെ അല്പസമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ നഗരവീതിയിലേക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ കലാരൂപങ്ങൾ എത്തും. ഇത് കാണുന്നതിന് വേണ്ടി നിരവധി പേരാണ് ഈ വഴിയോരങ്ങളിൽ കാത്തിരിക്കുന്നത്. എന്തായാലും സജിത്ത്, രാവിലെ മഴയുണ്ടായിരുന്നു, നല്ല മഴയുണ്ടായിരുന്നു. അപ്പൊ നമ്മളൊന്ന് പേടിച്ചു, ഇനിയിപ്പോ ഈ മഴയിൽ അത്തച്ചമയത്തിന്റെ മാറ്റമൊക്കെ കുറയുമെന്ന്. പക്ഷെ അങ്ങനെയല്ല. വളരെ ഇപ്പൊ മഴയൊക്കെ മാറി നിന്നിട്ടുണ്ട്. നമ്മുടെ മഹാബലി പറഞ്ഞ പോലെ ഓണം വരുവാണ്, അല്ലെങ്കിൽ അത്തച്ചമയം നമ്മുടെ കുട്ടികളെ ഇത്രയും ഒരുങ്ങി സുന്ദരികളായിട്ട് സുന്ദരന്മാരൊക്കെ ആയിട്ട് വരുമ്പോ മഴ ചതിക്കില്ല എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇത് ശരി. നവമി, നമുക്ക് മടങ്ങി വരാം. നവമി, നമുക്ക് പ്ലോട്ടുകൾ ആരംഭിക്കട്ടെ. നമുക്ക് അതിലേക്ക് മടങ്ങി വരാം. മനോഹര ദൃശ്യങ്ങളിലേക്ക് നമുക്ക് വേഗത്തിൽ മടങ്ങി വരാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.